ഇന്ത്യൻ സായുധ സേനകളുടെ കരുത്ത് എന്താണെന്ന് ലോകത്തിന് അറിയിച്ചു കൊടുക്കാൻ നമുക്കായി. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിർത്തിയിൽ നടന്ന സംഘർഷങ്ങളും അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ സേനകൾ നടത്തിയ മികവുറ്റ പ്രവർത്തനങ്ങളും ലോകം മുഴുവനും കണ്ടു. നമ്മുടെ ശക്തിയുടെ 1% പോലും വാസ്തവത്തിൽ നമ്മൾ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് സത്യം. കര, നാവിക, വ്യോമ സേനകളിൽ വ്യോമസേനയുടെ ഭാഗമായി വളരെ ചെറിയ ചില പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ നടപടികളാണ് നമ്മൾ കൈക്കൊണ്ടത്. വളരെ വിശാലമായി ഒരു സംഘർഷത്തിന് നാം ഇറങ്ങിയാൽ എന്തായിരിക്കും ഫലം? ഇപ്പോൾ തന്നെ ഈ 72 മണിക്കൂർ മാത്രം നീണ്ടു നിന്ന ഒരു ഓപ്പറേഷൻ, ആ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി നമ്മൾ കേവലം 3 ദിവസമാണ് ചെലവഴിച്ചത്. ആ 3 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ശത്രുരാജ്യം കരഞ്ഞ് കാല് പിടിച്ച് മുട്ടുമടക്കി നമ്മുടെ മുന്നിൽ എഴയുന്ന കാഴ്ച ലോകം കണ്ടു. നമ്മളപ്പോഴും സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നിലകൊണ്ടത്. എല്ലാ കാലത്തും സമാധാനവും ശാന്തിയുമാണ് ശാശ്വതമായത് എന്ന് ഭാരതം വിശ്വസിക്കുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുമ്പോൾ നമുക്ക് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കരസേനയുടെയോ നാവികസേനയുടെയോ വലിയ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. ചെറിയ തോതിൽ കര നാവിക സേനകൾ ഇതിൽ ഇടപെട്ടെങ്കിലും പ്രധാനമായിട്ടും വ്യോമസേനയാണ് ഈ 72 മണിക്കൂർ നീണ്ടു നിന്ന ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കര വ്യോമസേനകളുടെ ഒരു സംയുക്ത നീക്കമായിരുന്നു. എങ്കിലും വ്യോമസേനയ്ക്കായിരുന്നു ആ മേൽക്കൈ. വളരെ കൃത്യമായിട്ട് 9 കേന്ദ്രങ്ങൾ നശിപ്പിച്ചു. ഭീകരപരിശീലന കേന്ദ്രങ്ങൾ നമ്മുടെ സേന നശിപ്പിച്ചു. മിസൈലും മറ്റും ഉപയോഗിച്ച് നശിപ്പിച്ചു. അതിന് നമ്മൾ ഉപയോഗിച്ചത് റഫേൽ എന്ന അത്യന്താധുനിക യുദ്ധവിമാനത്തെയാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ നാവികസേന ഈ ഒരു നടപടിയിൽ, ഈ സൈനിക നീക്കത്തിൽ കാര്യമായ പങ്കൊന്നും വഹിച്ചില്ല. നമ്മുടെ INS വിക്രാന്ത് എന്ന് പറയുന്ന ഒരു വിമാനവാഹിനി കപ്പൽ മാത്രമാണ് അറബിക്കടലിൽ നങ്കൂരമിട്ട് കറാച്ചി തുറമുഖത്തെ ലക്ഷ്യമാക്കി നങ്കൂരമിട്ട് കിടന്നത്. അതിലും മികച്ച ഒരു കപ്പൽ നമുക്കുണ്ട്, INS വിക്രമാദിത്യ. 2013 നമ്മുടെ നാവികസേനയുടെ ഭാഗമായ ഒരു കപ്പലാണ്, വിമാനവാഹിനി കപ്പലാണ്, യുദ്ധക്കപ്പലാണ് INS വിക്രമാദിത്യ. പരിപൂർണമായിട്ടും റഷ്യയിൽ നിർമ്മിച്ച് റഷ്യയിൽ നിന്ന് നാം വാങ്ങിയ കപ്പലാണ്. അതാണ് 2013 റഷ്യയിൽ നിന്നത് നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ പേര് അഡ്മിറൽ ഗോർഷ്കോവ് എന്ന വിമാനവാഹിനിയാണ്. അത് 2013 നമ്മൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുമ്പോൾ അതിനെ നമ്മൾ INS വിക്രമാദിത്യ എന്നാണ് പേരിട്ടത്. ആ വിമാനവാഹിനി കപ്പൽ ഇതാ മടങ്ങിയെത്തിയിരിക്കുന്നു. അത് ചെറിയ അറ്റകുറ്റപ്പണികൾക്കായിട്ട് നമ്മുടെ കൊച്ചിയിലെ ഷിപ്പ്യാർഡിൽ, കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഡോക്കിലേക്ക് അത് പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ആ INS വിക്രമാദിത്യ 5 മാസത്തെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി പൂർത്തിയാക്കി വർദ്ധിത വീര്യത്തോടുകൂടി ആ ശത്രുവിന് കനത്ത പ്രഹരമേൽപ്പിക്കാൻ, ആഞ്ഞടിക്കാൻ കഴിയുന്ന വിധത്തിൽ ചില റീഷിഫ്റ്റുകളൊക്കെ നടത്തി മടങ്ങി ഇന്ത്യൻ നാവികസേനയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വാർത്ത പുറത്തു വന്നു. അതിൻ്റെ ചില സവിശേഷതകളിലേക്ക് ഞാൻ കടക്കുകയാണ്. പ്രതിരോധ വകുപ്പ് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഞാൻ പ്രേക്ഷകർക്കായി, ABC-യുടെയും മീഡിയ മലയാളത്തിൻ്റെയും ഒക്കെ പ്രേക്ഷകർക്കായിട്ട് ഞാൻ പങ്കുവയ്ക്കാം. 2024 ആഗസ്റ്റിലാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകരിച്ച റീഫിറ്റിന് ഉള്ള നിർദ്ദേശം. ആ നിർദ്ദേശം അതിനെ തുടർന്ന് പ്രതിരോധ മന്ത്രാലയം 1207 കോടി രൂപയാണ് ഈ റീഫിറ്റിന് വേണ്ടി, INS വിക്രമാദിത്യയുടെ റീഫിറ്റിന് വേണ്ടി അനുവദിച്ചത്. തുടർന്ന് കൊച്ചി കപ്പൽ നിർമ്മാണശാലയുമായിട്ട് ബന്ധപ്പെട്ട് നവംബറിൽ ഈ അറ്റകുറ്റപ്പണിയുടെ കരാർ ഒപ്പിട്ടു. തുടർന്ന് ഡിസംബറിലാണ് ഈ അറ്റകുറ്റപ്പണിക്കായിട്ട് INS വിക്രമാദിത്യ കൊച്ചി കപ്പൽശാലയിലേക്ക് പ്രവേശിപ്പിച്ചത്. 5 മാസം നീണ്ട അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ INS വിക്രമാദിത്യ പടക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് അറിയാം, INS വിക്രാന്ത് മാത്രമാണ്, INS വിക്രാന്തുമായി ബന്ധപ്പെട്ട
മറ്റു സന്നാഹങ്ങളുമാണ് അറബിക്കടലിൽ നങ്കൂരമിട്ട് കിടന്നത്. ഇപ്പോൾ INS വിക്രമാദിത്യ കൂടി മടങ്ങിയെത്തുമ്പോൾ നമ്മുടെ നാവികസേന കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ 3500ഓളം തൊഴിലവസരങ്ങളും അതുപോലെ തന്നെ 50ഓളം ചെറുകിട ഇടത്തരം സംരംഭക പങ്കാളിത്തവും സൃഷ്ടിച്ചു ഈ ഒരു അറ്റകുറ്റപ്പണി. ഒരു ചെറിയ തുകയുടെ അല്ല ഈ അറ്റകുറ്റപ്പണി നടന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ വിമാനവാഹിനി കപ്പലിന് നമുക്ക് കൊണ്ടുവരാനായി. എന്തായാലും ഇതിനകത്ത് സാങ്കേതിക നവീകരണം നടന്നിട്ടുണ്ട്. അണ്ടർ വാട്ടർ പാക്കേജ്, ഹാൾ സ്ക്രാപ്പിംഗ് എന്നിവ നടത്തി. ഇതെല്ലാം സാങ്കേതികമായ പദങ്ങളാണ്. വിശദമായിട്ട് നമുക്കതിലേക്ക് പോകാൻ സാധിക്കില്ല. അതിൻ്റെ ചില പേരുകൾ മാത്രം പറഞ്ഞു പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഈ വിക്രമാദിത്യയിൽ ഇതൊരു വിമാനവാഹിനി കപ്പലാണെന്ന് ഞാൻ പറഞ്ഞു. 26 മിഗ് വിമാനങ്ങളെ വഹിക്കാനുള്ള ശേഷി ഈ കപ്പലിനുണ്ട്. അതുപോലെ തന്നെ 29 K വിമാനങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി 10 കമോഷ് ഹെലികോപ്റ്ററുകൾ അടങ്ങുന്ന സന്നാഹവും ഈ കപ്പലിലുണ്ട്. അതുപോലെ തന്നെ 100 ഓഫീസർമാരടക്കം 1600 നാവികർക്ക് ഈ കപ്പലിൽ കഴിയാനാകും. അപ്പോൾ മികച്ച ഒരു സേനയെ വഹിക്കാനുള്ള ശേഷി INS വിക്രമാദിത്യയ്ക്ക് ഉണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ് ഈ പുറത്തു വരുന്ന സൂചന. എന്തായാലും 44,570 ടൺ കേവു ഭാരം ഉള്ള കപ്പലാണ് INS വിക്രമാദിത്യ. ഇതിന് 60 മീറ്റർ ഉയരവും 284 മീറ്റർ നീളവുമുണ്ട്. ദീർഘദൂര ഉപരിതല വായു മിസൈൽ സംവിധാനവും ഈ കപ്പലിൽ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ സർവ്വസന്നാഹങ്ങളുമായി ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാൻ സജ്ജമായാണ് INS വിക്രമാദിത്യ മടങ്ങിയെത്തിയിരിക്കുന്നത്. എന്തായാലും കേരളത്തിൻ്റെ കൊച്ചിക്ക്, അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചിയിലെ കപ്പൽ നിർമ്മാണശാലയ്ക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. കാരണം ഈ INS വിക്രമാദിത്യയെ ഇത്രയും ശക്തമായ, ഇത്രയും മികച്ച ഒരു പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ, ആക്രമണ സംവിധാനങ്ങൾ ഉൾപ്പെടെ സജ്ജമാക്കാൻ ചുമതല വഹിച്ചത്, നിർമ്മാണ ചുമതല വഹിച്ചത്, അറ്റകുറ്റപ്പണിയുടെ ചുമതല വഹിച്ചത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയാണ് എന്നുള്ളത് നമുക്കും അഭിമാനിക്കാൻ വക നൽകുന്നു. അപ്പോൾ ഈ INS വിക്രമാദിത്യ, INS വിക്രാന്ത് വിക്രമാദിത്യയ്ക്കും ഒരല്പം വിക്രമാദിത്യയോടൊപ്പം കിടപിടിക്കാൻ പറ്റുന്ന കപ്പലല്ലെങ്കിലും വലിയ സംവിധാനങ്ങളും സന്നാഹങ്ങളുമുള്ള കപ്പൽ തന്നെയാണ്. ഈ സംഘർഷ സമയത്ത്, ഈ ശത്രുരാജ്യവുമായിട്ട് നമ്മുടെ കര വ്യോമ സേനകൾ സംഘർഷത്തിൽ ഏർപ്പെട്ട സമയത്ത്, സൈനിക നീക്കം നടന്ന സമയത്ത് INS വിക്രമാദിത്യ സേനയിലില്ല, നമ്മുടെ നാവികസേനയിലില്ലായിരുന്നു എന്നുള്ളത് ഒരു ചെറിയ കുറവായിരുന്നു. ആ കുറവ് പരിഹരിക്കാൻ INS വിക്രാന്തിന് കഴിഞ്ഞുവെങ്കിലും ഈ INS വിക്രമാദിത്യയുടെ മടങ്ങിവരവോടുകൂടി സൈന്യത്തിൻ്റെ, നമ്മുടെ നാവികസേനയുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്.